എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഒന്നാം ഭാഷയുടെ പാർട്ട് 2 ആയിട്ടുള്ള മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ, സ്പെഷ്യൽ ഇംഗ്ലീഷ്, അതുപോലെ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളുകൾക്ക് ഫിഷറീസ് സയൻസ്, അതുപോലെ അറബിക് സ്കൂളുകൾക്ക് അറബിക് ഓറിയൻ്റൽ 2ാം പേപ്പർ, അതുപോലെ സംസ്കൃതം സ്കൂളുകൾക്ക് സംസ്കൃതം ഓറിയൻ്റൽ 2ാം പേപ്പർ എന്നിവയായിരുന്നു ഇന്നത്തെ പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഈസി ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈസി ആണോ പരീക്ഷ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 40 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ 40-ൽ നിങ്ങൾക്കൊരു 35 മാർക്ക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് A+ ഗ്രേഡ് ആവുന്നതാണ്. അതായത് 10 മാർക്ക് CE ഉൾപ്പെടെ 45 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു A+ കിട്ടാനായിട്ട് വേണ്ടത്. അതായത് 45 മാർക്കാണ് നിങ്ങൾക്ക് A+ കിട്ടാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ജസ്റ്റ് ജയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒന്നുകിൽ അതായത് 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ 15 കിട്ടും. അതായത് ആകെ മാർക്കിൻ്റെ 30% മാർക്ക് വേണം എന്നുള്ളതാണ് നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ മാർക്ക് നേടുന്ന രീതിയിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ കാരണം ഈ ഒരു ഗ്രേഡ് 15 എന്ന് പറയുമ്പോൾ അത് D+ ഗ്രേഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള പരീക്ഷകൾക്കൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ കൂടി ഏകദേശം 3 വിഷയങ്ങളുടെ പരീക്ഷയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 വിഷയങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരീക്ഷകളാണുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു 10-ാം തീയതി, അത് മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇനിയുള്ള പരീക്ഷ. രാവിലെ 9:30 മുതൽ 12:15 വരെയാണ്. സോഷ്യൽ സയൻസ് ആണ് തിങ്കളാഴ്ചത്തെ പരീക്ഷയായിട്ടുള്ളത്. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പരീക്ഷയാണ്. അതായത് 80 മാർക്കിലാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ രാവിലെ 9 മണിക്ക് തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. 2.5 മണിക്കൂറാണ് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അതായത് ഇനി 2 ദിവസം ഇതിനായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് നന്നായിട്ട് പഠിക്കുക. കാരണം സോഷ്യൽ സയൻസ് 80 മാർക്കാണ്. അപ്പോൾ 80 മാർക്കിൽ നിങ്ങളൊരു മിനിമം ഒരു 60 മാർക്കെങ്കിലും നേടുന്ന തരത്തിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ജസ്റ്റ് പാസ്സാകുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 20 മാർക്ക് CE ഉൾപ്പെടെ ടോട്ടൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. എന്നാൽ ഈ ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC ഗ്രേഡിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ D+ ഗ്രേഡ് ആയിരിക്കും. D+ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ജയിക്കാനായിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്കുള്ള അതായത് കുറഞ്ഞ ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു മിനിമം ഒരു B+ ഗ്രേഡോ അല്ലെങ്കിൽ A ഗ്രേഡോ നേടുന്ന തരത്തിൽ നിങ്ങൾ ഒരു എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു B+ ഗ്രേഡോ അല്ലെങ്കിൽ A ഗ്രേഡോ കിട്ടുന്ന തരത്തിൽ നന്നായിട്ട് എക്സാം എഴുതുക. കാരണം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു അഡ്മിഷൻ +1 അഡ്മിഷൻ അതല്ലെങ്കിൽ ITI അല്ലെങ്കിൽ പോളിടെക്നിക് ഇതുപോലെ വിവിധ കാര്യങ്ങൾക്കുള്ള ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നോക്കുന്ന സമയത്ത് കൂടുതൽ ഗ്രേഡ് ഉള്ളവർക്കായിരിക്കും മുൻഗണന കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആ ഒരു ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് എക്സാം എഴുതുക. അതുപോലെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് ടെൻഷൻ പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം നിലവിൽ നിങ്ങൾക്ക് ഒന്നാം ഭാഷയുടെ പാർട്ട് 1 പാർട്ട് 2 ഇന്ന് കഴിഞ്ഞു. അതുപോലെ തന്നെ 2ാം ഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് എന്നിവയുടെ പരീക്ഷകളാണ് നിലവിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് A+ കിട്ടുമോ അല്ലെങ്കിൽ A ഗ്രേഡ് കിട്ടുമോ അല്ലെങ്കിൽ ജസ്റ്റ് പാസ് കിട്ടി D+ ഗ്രേഡ് കിട്ടി ജയിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇനി ആലോചിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി ഈ ഒരു പരീക്ഷ കഴിഞ്ഞതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തിങ്കളാഴ്ചയുള്ള സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്കൊരു 70 മാർക്ക് കിട്ടുകയും CE മാർക്ക് 20 ഫുള്ള് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 മാർക്ക് കിട്ടും. ഈ 90 കിട്ടിക്കഴിഞ്ഞാൽ അത് A+ ഗ്രേഡ് ആയിരിക്കുന്നതാണ്. അതായത് ഈ 90 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു A+ ഗ്രേഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിലൊരു 60 മാർക്കെങ്കിലും മിനിമം നിങ്ങൾ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടാനാണ് സാധ്യത എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു ഒന്നാം ഭാഷയുടെ പാർട്ട് 2 ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, അതായത് ഈ ഒരു എഴുത്ത് പരീക്ഷയിൽ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാനാണ് സാധ്യത അതിനോടൊപ്പം 10 മാർക്ക് കൂട്ടുക. 10 മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഏത് റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്ക് വരുന്നത് അതിൻ്റെ നേരെയുള്ള ഗ്രേഡായിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 20 മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ 20 മാർക്ക് കിട്ടുമെങ്കിൽ ഇതിനോടൊപ്പം ഒരു 10 മാർക്ക് കൂടി കൂട്ടുക. 10 മാർക്ക് കൂട്ടുന്ന സമയത്ത് ടോട്ടൽ 30 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 30 മാർക്ക് ഈ ഒരു റേഞ്ചിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് 30 മുതൽ 34 വരെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് B ഗ്രേഡ് കിട്ടാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് മാർക്ക് കിട്ടാനാണ് സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാനാണ് സാധ്യത എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് നിങ്ങൾ അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതൊരു 30 മാർക്കാണെങ്കിൽ ഇതിനോടൊപ്പം 10 മാർക്ക് കൂട്ടുക. 10 മാർക്ക് കൂട്ടുന്ന സമയത്ത് അത്
അത് 40 മാർക്കായിരിക്കും. അങ്ങനെ 40 മാർക്ക് ഈ ഒരു ലിസ്റ്റിൽ എവിടെയാണ് വരുന്നത് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 40 മുതൽ 44 വരെ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് എ ഗ്രേഡാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് മാർക്കാണ് എന്നുള്ളത്, അതായത് ഏത് ഗ്രേഡ് കിട്ടും എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒരു ഉദാഹരണം ഇനി ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 33 കിട്ടിയ മാർക്ക് എന്ന് കരുതുക. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് അപ്പോൾ ഇതിനോടൊപ്പം 10 മാർക്ക് കൂട്ടുക. 10 മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 43 മാർക്ക് കിട്ടും. അപ്പോൾ 43 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് റേഞ്ചിലാണ് വരിക എന്ന് നോക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 43 എന്ന് പറയുന്നത് 40ൻ്റെയും 44ൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് എ ഗ്രേഡാണ് കിട്ടുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഗ്രേഡ് കിട്ടാനാണ് സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയുള്ള പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് 80ൽ ഒരു 60 മാർക്കെങ്കിലും കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.